بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1602 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي يعملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. صدق الله العلي العظيم. സൂറത്തുൽ സുമറിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനകം പഠന വിധേയമാക്കിയ ആയത്തുകളുടെ ഒരു തുടർച്ചയല്ല ഇനി മുതൽ പറയുന്നത് എന്ന് തോന്നാനൊരു സാധ്യതയുണ്ട്. ആശയപരമായിട്ടൊരു വിടവുള്ള പോലെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ ആശയപരമായ ഇതുവരെ പറഞ്ഞു വന്ന കാര്യത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇനിയുള്ള നമ്മൾ വായിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വിശദമായി പഠന വിധേയമാക്കാനിരിക്കുന്ന ഈ ആയത്തുകൾക്കുള്ളത്. ആശയപരമായ ഒരു തുടർച്ച തന്നെയാണത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ആയത്തുകളിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ഭാഗത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് എല്ലാവിധ അല്ലെങ്കിൽ വൈവിധ്യങ്ങളുള്ള ഉപമകളും ഉദാഹരണങ്ങളും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയ കാര്യം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അറബി ഭാഷയിലുള്ള ഒരു പാരായണമാണത്. ആശയപരമായോ മറ്റോ യാതൊരു വക്രതയും അതിലടങ്ങിയിട്ടില്ല. അതുപോലെ തഖ്വ അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മാർഗദർശനമാണ്, അല്ലെങ്കിൽ അവര് തഖ്വ അവലംബിക്കുന്നവരായി മാറുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തെളിമയുള്ള വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെയും
അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യവും പ്രസ്താവിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരു ഉദാഹരണം അല്ലാഹു നൽകുകയാണ്. ഒരുപാട് ഉടമസ്ഥര് അവകാശപ്പെടുന്ന ഒരാളുടെ കാര്യത്തില് അവന്റെ മേലധികാരികളായിട്ട് അവനെ ഉടമപ്പെടുത്തിയവരോ അല്ലെങ്കിൽ അവന്റെ യജമാനന്മാരോ ഒക്കെ ആയിട്ട് ധാരാളം ആളുകളുണ്ട് പങ്കാളികളായിട്ട് എന്നൊരവസ്ഥയിലുള്ള ഒരാളും, അതുപോലെ ഒരാളുടെ മാത്രം സേവനത്തിലും അയാളുടെ കീഴിലുമായിട്ട് മാത്രമുള്ള ഒരാളും. ഈ രണ്ടാളുകളും ഒരുപോലെയാകുമോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലാഹു ഏകദൈവ വിശ്വാസത്തിന്റെയും ബഹുത്വത്തിന്റെയും പ്രകടമായ വ്യത്യാസം എന്താണ് എന്നത് വ്യക്തമാക്കുകയായിരുന്നു തുടർന്നുള്ള ആയത്തിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിധത്തില് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം, ഏകദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആ ജീവിത ദർശനം, അതിനെ എല്ലാ നിലക്കും വിശദമാക്കി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ കൂടുതൽ പേരും നിസ്സാരമായ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിനെ നിഷേധിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യം അള്ളാഹു പറയുന്നത്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. പ്രവാചകരെ, താങ്കൾ മരിച്ചു പോകും, ഇവരും മരിച്ചു പോകും. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ എന്നാണ് ഇവിടെ പറയുന്നത്. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചവൻ അല്ലെ മൃതദേഹം എന്നൊക്കെയുള്ള അർത്ഥമാണ് അറബി ഭാഷയിലുള്ളത്. മാത്ത എന്ന് പറഞ്ഞാൽ മരിച്ചു. ഇന്നക മയ്യിത്തുൻ എന്നത് അറബിയിൽ ഒരു ജുംല ഇസ്മിയ എന്ന് പറയും. രണ്ട് നാമങ്ങള് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വാചകം. അങ്ങനെ ഒരു ഘടന അറബി ഭാഷയിലുണ്ട്. ക്രിയയില്ലാതെ നാമം മാത്രമായിട്ട് രണ്ട് നാമങ്ങൾ, അത് ഒരു തുടക്കനാമവും ഒരു ഒടുക്കനാമവുമായിട്ട് രണ്ട് നാമങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വാചകം കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ശൈലി അറബിയിലുണ്ട്. ആ ഒരു ശൈലിക്ക് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിന് ജുംല ഇസ്മിയ എന്നാണ് പറയാ. അതിന്റെ ഒരു രൂപമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇന്നക മയ്യിത്തുൻ എന്ന് പറയുമ്പോൾ അതിന്റെ വളരെ ലിറ്ററലായ ഒരു തലത്തില് താങ്കൾ മരിച്ചവനാണ് എന്നൊരർത്ഥമൊക്കെ അതിന് സങ്കല്പിക്കാൻ പറ്റും. പക്ഷെ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അറബി ഭാഷയിൽ ജുംല ഇസ്മിയ പ്രയോജനപ്പെടുത്തപ്പെടുന്ന വൈവിധ്യമുള്ള രീതികൾ മനസ്സിലാക്കുമ്പോൾ അതൊരു ക്രിയ ആശയം സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു ജുംല ഇസ്മിയ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്നത് കാണാൻ കഴിയും. ഇന്നക മയ്യിത്തുൻ, പ്രവാചകരെ താങ്കൾ തീർച്ചയായിട്ടും മരിച്ചു പോകും. ആ നിലക്ക് മനസ്സിലാക്കാനാണ്, താങ്കൾ മൃതദേഹമാണെന്നോ മരിച്ചവനാണെന്നോ മനസ്സിലാക്കുന്നതിനേക്കാൾ ഔചിത്യമുള്ള ഒരു വായന ഇതാണ്. ഇന്നക മയ്യിത്തുൻ, നിശ്ചയമായിട്ടും താങ്കൾ മരിച്ചു പോകും, മരിച്ചു പോകാനുള്ളവനാണ്. വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിച്ചു പോകും. ഇപ്പൊ രണ്ട് പക്ഷങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് കക്ഷികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സമൂഹത്തെ അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് അഭിസംബോധന ചെയ്ത് അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു എന്നതാണ് ഒരു പക്ഷത്ത് നടക്കുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അനുവാചക സമൂഹം, അവരിൽ ഭൂരിഭാഗം പേരും അതിന്റെ നിഷേധികളായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ കാര്യങ്ങള് വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കപ്പെട്ടതിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യം, പ്രവാചകരെ താങ്കൾ മരിച്ചു പോകും, അവരും മരിച്ചു പോകും.
ഈ കാര്യങ്ങളൊക്കെ അവരോട് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ളതാണ്, അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ളതാണ്, അവരോട് വേണ്ട വിധത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഇനി അതിനെ തുടർന്ന് താങ്കളും മരിച്ചു പോകും, അവരും മരിച്ചു പോകും. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് കൂടി പറയുകയാണ് അള്ളാഹുവിടെ. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ. പിന്നീട് അതിനെ തുടർന്ന് നിങ്ങൾ ഇരുകൂട്ടരും മരിച്ചു പോയതിനെ തുടർന്ന് നിങ്ങളൊക്കെയും തന്നെ അന്ത്യനാളിൽ തങ്ങളുടെ റബ്ബിന്റെ അടുക്കല് തഖ്തസിമൂൻ, തർക്കത്തിൽ ഏർപ്പെടുകയാണ്. നിങ്ങൾ പല വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് തർക്കിക്കുന്നവരായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടാകും. അദ്ദേഹം ദൈവിക സന്ദേശം ആരെയാണോ കേൾപ്പിച്ചിട്ടുള്ളത് ആ ആളുകളും അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ഉണ്ടാകും. അവരെന്നിട്ട് അവരുടെ ജീവിത പരിണതിയെ കുറിച്ചുള്ള തർക്കത്തിലാണ്. അവര് പ്രതീക്ഷിച്ചിരുന്ന സംഗതികളും അവര് പിന്തുടർന്നിരുന്ന വഴികളും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു തർക്കത്തിലോ അല്ലെങ്കിൽ വാദങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥയിലോ ആണ് അവരുണ്ടാവുന്നത്. അപ്പൊ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ അവര് തങ്ങളുടെ നിലപാടിനുള്ള ന്യായം ഉന്നയിച്ചുകൊണ്ട് പല വാദങ്ങളും നടത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് അവർക്കെതിരിൽ പല ന്യായങ്ങളും ഉന്നയിക്കാനുണ്ട്. ഈ ആളുകൾക്ക് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പല വാദങ്ങളും ന്യായങ്ങളും ഒക്കെ നിരത്താനുമുണ്ട്. ഈ ഒരു കാര്യം സംജാതമാകാൻ പോകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ആളുകൾ പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ ഏകത്വത്തെയും ഇപ്പോ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യത്തെയും മരണാനന്തര ജീവിതത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ പ്രവാചകരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് താങ്കള് മരിക്കുവാനിരിക്കുന്ന ആളാണ്, വൈകാതെ തന്നെ മരണം താങ്കൾ ഏറ്റുവാങ്ങും. അതേപോലെ ഈ ആളുകളും മരിച്ചു പോകും. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇവരൊക്കെയും തന്നെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ വാദമുഖങ്ങള് നിരത്തുന്ന വിധത്തില് സംസാരിക്കാൻ മുതിരും. അപ്പോ ഫമൻ അളുലമു മിമ്മൻ കദബ അലല്ലാഹി, എന്നിട്ട് അക്കാര്യത്തിൽ അവര് മുന്നോട്ട് വെക്കുന്ന വാദഗതികളുടെ അത് സംബന്ധമായിട്ടുള്ള വിധി തീർപ്പ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് എന്നത് വ്യക്തമാക്കുകയാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തില്. ഫമൻ അളുലമു മിമ്മൻ കദബ അലല്ലാഹി വകസ്സബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു. അള്ളാഹു ഒരു ചോദ്യ രൂപത്തിലാണിത് അവതരിപ്പിക്കുന്നത്. ആരാണ് കൂടുതൽ ധിക്കാരിയായിട്ടുള്ളത്, കൂടുതൽ അക്രമിയായിട്ടുള്ളത്? ഇങ്ങനെ ഒരാളെക്കാൾ അള്ളാഹു ഒരാളെ കുറിച്ച് ഇവിടെ വിവരിക്കാൻ പോവുകയാണ്. ആ വിവരണത്തിലുള്ള ഒരാളെക്കാൾ അക്രമിയായിട്ട് ധിക്കാരിയായിട്ട് ആരുണ്ട് എന്നതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ വിവരിക്കപ്പെടാൻ പോകുന്ന ആളെക്കാൾ അക്രമിയും ധിക്കാരിയുമായിട്ട് ഒരാളും തന്നെ വേറെ ഉണ്ടാവാൻ ഇടയില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത്. ആരാണ് ഇയാള്? കദബ അലല്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് അവൻ വ്യാജമാണ് പറയുകയുണ്ടായത്. അള്ളാഹുവിനെ കുറിച്ച് കള്ളം പറയുക, വ്യാജമായ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക. വകസ്സബ ബിസ്സിദ്ഖി, സത്യത്തെ നിഷേധിക്കുകയും ചെയ്യുക. ഇത് ജാഅഹു, സത്യം അവന്റെ അടുക്കലേക്ക് എത്തിയപ്പോ. ദൈവിക പ്രവാചകൻ മുഖേന സത്യം ഇവന്റെ അടുക്കലേക്ക് എത്തിക്കപ്പെട്ടപ്പോ, ദൈവിക സന്ദേശം അവനിലേക്ക് പകർന്നു നൽകപ്പെട്ടപ്പോ ഇവൻ അത് നിഷേധിക്കുകയായിരുന്നു.
ഇവൻ അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായിട്ട് പലതും സ്വന്തം നിലക്ക് പറയുകയുമായിരുന്നു. അള്ളാഹുവിനെ സ്വന്തം വ്യാജമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരാമർശിച്ച് സംസാരിക്കുന്നു. ദൈവിക സന്ദേശം അവന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ഗുണങ്ങളുള്ള, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ആരുടെ മേലാണോ സ്ഥിരപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരാളെക്കാൾ അക്രമിയായിട്ട്, അങ്ങനെയുള്ള ഒരാളെക്കാൾ ധിക്കാരിയായിട്ട് വേറെ ആരുണ്ട് എന്നതാണ് അള്ളാഹു ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന നിലയ്ക്ക് ഇത് ഉന്നയിക്കുന്നത്. ഈ ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറയാൻ വേണ്ടിയല്ല, ഈ ചോദ്യം തന്നെ ഒരു ഉത്തരമാണ്. ആ വിധത്തിലുള്ള ഒരു ചോദ്യത്തിനാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ചോദ്യം ഒരു ചോദ്യ രൂപത്തിൽ ഫ്രെയിം ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ്. ഫമൻ അദ്ലമു മിമ്മൻ കദബ അലല്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കി പറയുന്നവനേക്കാൾ, അതുപോലെ വകദബ ബിസ്സദഖി ലമ്മാ ജാഅ ഇദ് ജാഅഹു, സത്യം തന്നിലേക്ക് വന്ന് കിട്ടിയപ്പോ അതിനെ നിഷേധിക്കുകയും ചെയ്തു, കളവാക്കുകയും ചെയ്തു, അങ്ങനെയുള്ള ഒരുവനേക്കാൾ ദ്രോഹിയായിട്ട്, അക്രമിയായിട്ട്, ധിക്കാരിയായിട്ട് വേറെ ആരുണ്ട് എന്നതാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് സത്യം പറയുകയും ദൈവിക സന്ദേശം തന്നിലേക്ക് വന്നപ്പോ അതിനെ സത്യപ്പെടുത്തി അതിനെ പിന്തുണക്കുകയും ചെയ്ത ഒരാളും ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് വ്യാജം പറയുകയും സത്യം തന്നിലേക്ക് വന്നപ്പോ അതിനെ നിഷേധിക്കുകയും ചെയ്ത ഒരുവനും, ഈ രണ്ട് ആളുകളും ഒരേ വിധത്തിലാണോ പരിഗണിക്കപ്പെടേണ്ടത് പാരത്രിക ലോകത്ത് അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന, പരോക്ഷമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അള്ളാഹുവിന്റെ മുന്നിൽ അവർ വാദഗതികൾ നിരത്തുകയാണല്ലോ, തർക്കത്തിൽ ഏർപ്പെടുകയാണല്ലോ. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു തീർപ്പ് വൈകാതെ തന്നെ ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചു പോകും, ഈ ആളുകളും മരിച്ചു പോകും. ഇവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ താന്തങ്ങൾ പിന്തുടർന്നിരുന്ന ജീവിത സരണി സംബന്ധമായ വാദഗതികൾ അവരവിടെ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, സത്യം തങ്ങളിലേക്ക് എത്തിയപ്പോ അതിനെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെക്കാൾ അക്രമികളായിട്ട് ആരാണ് ഉണ്ടാവുക? അവരെക്കാൾ ദ്രോഹികളും അവരെക്കാൾ ധിക്കാരികളുമായിട്ട് ആരുണ്ടാകും? ഇതാണ് ചോദ്യം. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ. എന്നിട്ട് അള്ളാഹു മറ്റൊരു ചോദ്യം, അതും റെറ്റോറിക്കലായ ഒരു ചോദ്യം തന്നെയാണ്, ഒരു ഗംഭീരമായ പ്രസ്താവന നടത്തുന്നതിന് പകരമായിട്ട് ഒരു പരോക്ഷമായ ചോദ്യം ഉന്നയിക്കുകയാണ്. അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽ കാഫിരീൻ, നിഷേധികൾക്ക് നരകത്തില് ഇടം മതിയാകാതെ വരുമോ എന്നാണ് ചോദ്യം. അലൈസ ഫി ജഹന്നം, ജഹന്നമില് നരകത്തില് ഉണ്ടാവുകയില്ലേ, ഇടം മതിയാവുകയില്ല. മസുവൻ, മസുവൻ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം, തിരിച്ചെത്താനുള്ള സ്ഥലം, ഇടം, പാർപ്പിടം എന്നൊക്കെയാണ് അർത്ഥം. ലിൽ കാഫിരീൻ, നിഷേധികൾക്ക് എല്ലാ നിഷേധികളെയും എടുത്തിടാൻ മാത്രമുള്ള ഇടം നരകത്തില് ഇല്ലാതെ വരുമോ എന്നതാണ് ഈ ചോദ്യം. അതാണ് ആ ചോദ്യത്തിന്റെ മുന. എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ നിഷേധികളായി എന്നതുകൊണ്ട് അള്ളാഹ് കുഴങ്ങിപ്പോകും, അവരൊക്കെ കൊണ്ടുപോയി തള്ളാൻ നരകം വലിപ്പം മതിയാകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പെടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ സകല ധിക്കാരികളെയും, സകല അക്രമികളെയും, സകല നിഷേധികളെയും ഒടുക്കം അവരുടെ വാദഗതികളൊക്കെ അവതരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അവരെ കൊണ്ടുപോയി തള്ളാൻ നരകം ഇടം മതിയാവാത്തതായി തീരുമോ എന്നാണ്
അള്ളാഹുവോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിൽ രൂപപ്പെടാനുള്ള ഇടയുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണിത്. ആളുകൾ ഇങ്ങനെ ആലോചിക്കുമല്ലോ, ഇപ്പോൾ 10,000-കണക്കിന് മനുഷ്യരുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തില് ഏതാനും ആളുകൾ, 100, 150, 200, 300 ആളുകൾ മാത്രമാണ് അള്ളാഹുവിന് വിധേയപ്പെടുന്ന നിലപാട് സ്വീകരിച്ചതും തങ്ങളിലേക്ക് ദൈവിക സന്ദേശം എത്തിയപ്പോൾ അത് സ്വീകരിക്കാനും പിന്തുണക്കാനും ഒക്കെ സന്നദ്ധരായവരും. അവര് മാത്രമാണ് വിജയത്തിന് അർഹതയുള്ളവരെങ്കിൽ, അവര് മാത്രമാണ് സ്വർഗാവകാശികളാവുന്നതെങ്കിൽ ബാക്കിയുള്ളവരൊക്കെയും നരകത്തിലേക്ക് എറിയപ്പെടണമല്ലോ. അങ്ങനെ ഇവരൊക്കെയും നരകത്തിലേക്ക് അള്ളാഹു തള്ളുമോ? തന്റെ സൃഷ്ടിജാലങ്ങളെ, തന്റെ സൃഷ്ടികളായ മനുഷ്യരെ ഇത്രയുമേറെ അള്ളാഹു നരകത്തിൽ തള്ളുമോ എന്നതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ രൂപപ്പെടാനിടയുള്ള ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുചോദ്യം നൽകിക്കൊണ്ട് അള്ളാഹു ഉത്തരം ചെയ്യുകയാണ്. ആ ചോദ്യം ഇതാണ്: അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽ കാഫിരീൻ. ജഹന്നമില് കാഫിറുകൾക്ക് ആവശ്യമായ മസ്വ, ഒരു മടക്കഗേഹം, അവർക്ക് ആവശ്യമായ ഒരു ഇടം മതിയാകാതെ വരുമോ, ഇല്ലാതെ വരുമോ എന്നാണ് ഒരു ചോദ്യം. ഒരിക്കലും തന്നെ അവിടെ ഇടം മതിയാവാത്ത വിഷയം ഉണ്ടാവുകയില്ല എന്നതാണ് പരോക്ഷമായിട്ട് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന കാര്യം. അതിന് കാരണമായ സംഗതി തൊട്ടു മുകളിലെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. ഫമൻ അദ്ലമു മിമ്മൻ കസബ അലല്ലാഹി വകസബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ പല ആളുകളും. അള്ളാഹു ഇല്ല, ദൈവമില്ല, അല്ലെങ്കിൽ ദൈവം പലതാണ്, പലതിനും ദിവ്യത്വമുണ്ട്, ഇങ്ങനെ പറയുന്നതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പേരിലുള്ള വ്യാജം പറയലാണ്. കാരണം അവർക്കൊന്നും അത് പറയുന്നതിന് അടിസ്ഥാനമായി ശരിയായ അടിത്തറയിലുള്ള ജ്ഞാനമില്ല. അറിവില്ലാതെ, ജ്ഞാനമില്ലാതെ അവര് മനസ്സിൽ തോന്നിയത് വായ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യാജം പറയലാണ്, കളവ് പറയലാണ്. എന്നാൽ അവർക്ക് സത്യം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദൈവിക ദൂതന്മാർ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അടുക്കിലേക്ക് എത്തിയപ്പോഴോ അവര് ആ ദൂതന്മാരെ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ നരകത്തിൽ എറിയപ്പെടുകയല്ലാതെ വേറെ എന്താണ് അവർക്ക് സംഭവിക്കുക എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും അവർക്ക് നരകത്തിൽ ഇടം മതിയാകാത്ത വിഷയം ഉണ്ടാവുകയില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി. രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു. തുടർന്ന് വല്ലദീ ജാഅ ബിസ്സുദ്ഖി, സത്യവുമായി വന്നവൻ. ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൂചിപ്പിക്കുന്ന ഒരു വിവരണമാണ്. വല്ലദീ ജാഅ ബിസ്സുദ്ഖ്, സത്യവുമായിട്ട് വന്നവൻ. എല്ലാ പ്രവാചകന്മാരും ഈ വിവരണത്തിന് അർഹരാണ്. അവരൊക്കെയും തന്നെ സത്യവുമായിട്ട്, ദൈവികമായ സന്ദേശവുമായിട്ട് വന്ന ആളുകളാണ്. അപ്പോ ദൈവിക സന്ദേശവുമായിട്ട് സത്യവുമായി വന്ന ആള്, വസദ്ദഖ ബിഹി, അതിനെ സത്യപ്പെടുത്തിയ ഒരുവൻ. ദൈവിക സന്ദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നപ്പോ അതിനെ സത്യപ്പെടുത്തിയ ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിൽ ചരിത്രത്തിൽ വിശ്വതനായിട്ടുള്ള ഒരാൾ. അദ്ദേഹം അസ്സുദ്ദീഖ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ അസ്സുദ്ദീഖ് എന്നത് അദ്ദേഹത്തെ മാത്രം പരാമർശിക്കുന്ന ഒരു വിവരണമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിച്ച എല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ആ പ്രവാചകനെ സത്യപ്പെടുത്തുകയാണ്. വസദ്ദഖ ബിഹി എന്ന് പറയുന്നതിന്, ആ വിവരണത്തിന് അർഹരാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ വിളിക്കുന്ന ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖ് എന്നത്. അപ്പൊ സത്യവുമായിട്ട് വരികയും, അങ്ങനെ സത്യവുമായിട്ട് ഒരാൾ വന്നപ്പോ ആ സത്യത്തെ മനസ്സിലാക്കി പിന്തുണക്കുകയും ചെയ്ത, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്ത ഒരാള്. ഇത് ഒരാളെ സിംഗിൾ ഔട്ട് ചെയ്ത് പറയുന്നത് എല്ലാവരെയും സൂചിപ്പിക്കുന്ന ഒരു ശൈലിയിലാണ്. അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഒരാളെ
സത്യവുമായി വന്ന ഒരാൾ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സത്യവുമായി വന്ന എല്ലാവരും തന്നെയും. അതുപോലെ ആ സത്യത്തെ സത്യപ്പെടുത്തുകയുണ്ടായ ഒരുവൻ എന്ന് പറയുന്നത് ഒരാളെ കുറിച്ചല്ല, അതുപോലെയുള്ള എല്ലാവരും ഇവരാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. സത്യവുമായി വന്നവനും സത്യത്തെ പിന്തുണക്കുകയുണ്ടായവനും. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖികൾ, അവരാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ ചെറുക്കാൻ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, ശിക്ഷയെ തൊട്ട് സുരക്ഷിതരായവർ അവരാണ്. ഈ തഖ്വ അല്ലെങ്കിൽ മുത്തഖി എന്ന വാക്കിന്റെ പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇവിടെ തൊട്ട് മുകളിൽ വിവരിക്കപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഇവരാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരായവർ എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കാം. ഇനി അതല്ല പ്രാഥമിക അർത്ഥത്തിൽ ഇവരാണ് ഭയഭക്തിയുള്ളവർ, അല്ലെങ്കിൽ ബുദ്ധിപരമായ സത്യസന്ധതയുള്ളവർ, സൂക്ഷ്മതയുള്ളവർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരാണ് വിജയികളാവാൻ പോകുന്നത്, സ്വർഗാവകാശികളാകാൻ പോകുന്നത് എന്ന കാര്യം വിശുദ്ധ ഖുർആൻ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അടിസ്ഥാന ആശയത്തില് ആ പദത്തെ ഇവിടെ ഉൾക്കൊള്ളുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് വേറെ ചില ആയത്തുകൾ കൂടി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പോകേണ്ടി വരും എന്നേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി, സത്യവുമായിട്ട് വന്നവനും ആ സത്യത്തെ പിന്തുണച്ചവനും ആ സത്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നിലക്കൊണ്ടവനും. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാര്യത്തിൽ സുരക്ഷിതരായിട്ടുള്ളവർ. അവര് ഒരു കാരണവശാലും നരകത്തിൽ പോകേണ്ടി വരില്ല. അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിയും വരില്ല. സത്യവുമായിട്ട് വന്ന പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് പിന്തുണക്കാൻ സന്നദ്ധരായ ആളുകൾ. ഈ ആളുകളാണ് യഥാർത്ഥത്തിൽ ദൈവിക ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരായവർ. അവരൊരിക്കലും തന്നെ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാവുകയില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പലരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ അയക്കുന്ന സംസാരങ്ങൾ നടത്തുന്നത് കേൾക്കാം. ആ നേതാവ്, ഈ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സ്വർഗത്ത് പോകുന്നില്ലെങ്കിൽ ആ സ്വർഗത്തിൽ ഞാൻ പോകാൻ ഒരുക്കല്ല എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യം നിറഞ്ഞ സംസാരം പലരും നടത്തുന്ന കാണാം. ആരോ സ്വർഗത്തിന്റെ വക്കത്ത് നിന്ന് ഈ പറയുന്ന ആളെ കൈ പിടിച്ച് വലിച്ചങ്ങ് കയറ്റാൻ നോക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് ഉണ്ടാകുക. നമ്മളെ സ്ഥാനം നമ്മളവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു, എന്നിട്ട് പിന്നെ മറ്റേ നേതാവിനെയും ഈ നേതാവിനെയും കൂടി അങ്ങോട്ട് വലിച്ചു കയറ്റണം, ആ പണിയിലാണ് ഞാൻ എന്നാണ് അവരുടെ സംസാരം കേട്ടാൽ തോന്നുക. അങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അള്ളാഹു ആര് സ്വർഗം ലഭിക്കുന്നവരാകും, ആര് നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരാകും എന്നത് സംബന്ധമായ നല്ല തെളിമയുള്ള മാനദണ്ഡമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് വ്യാജം പറയുകയും സത്യം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ അതിനെ തള്ളിക്കളയുക, നിഷേധിക്കുകയും ചെയ്ത ആളുകൾ ഒരു സംശയവും വേണ്ട, അവർ നരകാവകാശികളാണ് എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതേപോലെ സത്യം ദൈവികമായി പഠിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളിലൂടെ നൽകപ്പെട്ട സത്യം മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവന്ന അവരും ദൂതന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഈ സത്യം കേൾക്കാനും അറിയാനും കഴിഞ്ഞ് അതിനെ പിന്തുണക്കാൻ സന്നദ്ധരായ ആളുകൾ, ഇവരാണ് യഥാർത്ഥത്തിൽ ദൈവിക ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരായിട്ടുള്ളവർ എന്ന കാര്യം വളരെ വ്യക്തമായി അള്ളാഹു ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ആരും ഒരു സംശയവും ഇക്കാര്യത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ആരെയും സ്വർഗത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി അള്ളാഹു ഏൽപ്പിച്ചിട്ടുമില്ല. അള്ളാഹു ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നു, ആ മാനദണ്ഡം അനുസരിച്ച് അവൻ അത് നടപ്പിലാക്കും എന്നതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം.
ഉലൈക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് നരകശിക്ഷ അല്ലെങ്കിൽ ദൈവിക ശിക്ഷ സംബന്ധമായിട്ട് സുരക്ഷിതരായിട്ടുള്ള ആളുകൾ, ഇവരാണ് മുത്തഖികൾ, ഇവരാണ് ദൈവഭക്തിയുള്ളവർ, ഇവരാണ് വിജയം വരിക്കാൻ പോകുന്നവർ എന്നൊക്കെ മനസ്സിലാക്കാം. ഇനി അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് സുരക്ഷിതത്വമുള്ള ആളുകൾ, അവർക്കുള്ള പ്രതിഫലം എന്ന നിലക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ തുടർന്നുണ്ടാകുന്ന കാര്യം അള്ളാഹു പറയുകയാണ്, ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നതൊക്കെയും ഉണ്ട്. സ്വപ്നം കാണാൻ അള്ളാഹു മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. അവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അവരെന്തൊക്കെ ഇച്ഛിക്കുന്നുവോ അതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാണ്. ഇൻദ റബ്ബിഹിം എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻദ റബ്ബിഹിം എന്നത് സ്വർഗത്തിൽ എത്തിയതിന് ശേഷമാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഒരാള് മരണം അഭിമുഖീകരിക്കുന്നതോടെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. അതാണ് പലയിടങ്ങളിലും ഖുർആനിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോ ഏത് തലത്തിലാണ് അയാൾ ദൈവിക സന്നിധിയിൽ എത്തിയതിന്റെ ആനന്ദവും സന്തോഷവും അനുഭവിക്കേണ്ടത്, അത് ഓരോ ഘട്ടത്തിലും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അവരുദ്ദേശിക്കുന്നതൊക്കെയും അവർക്ക് ലഭ്യമായിരിക്കും. ദാലിക ജസാഉൽ മുഹ്സിനീൻ, സുകൃതം ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾക്കുള്ള പ്രതിഫലമാണിത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ദാലിക ജസാഉൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്തവർക്കുള്ള പ്രതിഫലമാണിത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. മുഹ്സിനുകൾക്ക് തീർച്ചയായിട്ടും ഇതായിരിക്കും പ്രതിഫലം. 3 ഘട്ടങ്ങളാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയിൽ ജീവിക്കുന്ന ഒരാൾക്കുള്ളത്. ഒന്ന്, അള്ളാഹുവിനുള്ള സമർപ്പണമാണ്, ഇസ്ലാമാണ്. അത് രാഷ്ട്രീയമായ ഒരു കീഴ്പ്പെടൽ ആണ് എന്ന നിലക്ക് നമ്മൾ തൽക്കാലം മനസ്സിലാക്കാം. രണ്ടാമത്തത് ഈമാനാണ്, വിശ്വാസത്തിന്റെ കാമ്പും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് മുഅ്മിൻ, വിശ്വാസമുള്ള ആള്. മൂന്നാമത്തത് ഈ രണ്ടും, ഇസ്ലാമും ഈമാനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സുഹൃതമാണ്, നന്മയാണ്. നന്മ ആയിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിലുമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള മുഴുവൻ സംഗതികളും ഇഹ്സാനാണ്. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്നവനാണ് മുഹ്സിൻ. ഇതാണ് അവരിച്ഛിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാണ് എന്ന വിധത്തിൽ ദൈവിക സന്നിധിയിൽ അവര് ആദരിക്കപ്പെടുന്നു എന്നതാണ് ഈ മുഹ്സിനുകൾക്കുള്ള പ്രതിഫലം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ലിയുകഫിർ അല്ലാഹു അൻഹും, എന്തിനു വേണ്ടിയാണ് അവർ ഈ വിധത്തിൽ ആദരിക്കപ്പെടുന്നത്? ലിയുകഫിർ അല്ലാഹു അൻഹും, അള്ളാഹു അവരിൽ നിന്ന് മായ്ച്ചു കളയുന്നതിന്, മറച്ചു പിടിക്കുന്നതിന്, അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. എന്താണത്? അസ്വ അല്ലദീ അമിലു, അവർ ചെയ്തു പോയിട്ടുണ്ടാവാൻ ഇടയുള്ള എല്ലാ ദുഷ്കൃത്യങ്ങളും, അള്ളാഹുവിന് വിധേയപ്പെട്ട, അള്ളാഹുവിന്റെ പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇഹ്സാൻ ചെയ്യുന്നതിൽ വ്യാപൃതരായ ആളുകൾ അവരുടെ ജീവിതത്തില് സത്യമാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പോ ഇനി അതിനുശേഷം ഒക്കെയും ആയിട്ട് അവർക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള സ്ഖലിതങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, ഇതൊക്കെയും അവർക്ക് അള്ളാഹു മായ്ച്ചു കൊടുക്കും. ഇതൊക്കെയും അള്ളാഹു അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും എന്ന് മാത്രമല്ല, അതൊന്നും അവിടെ അവർക്ക് എല്ലാവരും കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല. യുക്കഫിറ, യുക്കഫിറ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായുള്ള ഒരു അടിസ്ഥാന ആശയം മറച്ചു പിടിക്കപ്പെടുക, മൂടി വെക്കപ്പെടുക എന്നൊക്കെയാണ്. സത്യം മറച്ചു വെക്കുന്നതിന് വരെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യം മറച്ചു വെക്കുന്ന ഒരാളെ കാഫിർ എന്ന് പറയുന്നത്. സത്യം ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാനും വെളിപ്പെടുത്താനും അതിനെ പിന്തുണക്കാനും സന്നദ്ധരാവാതെ അതിനെ മൂടി വെക്കുന്ന ഒരാളാണ് കാഫിർ.
അതേ പദം തന്നെയാണ് ഇവിടെ അള്ളാഹു സത്യവിശ്വാസ മാർഗത്തിൽ പ്രവേശിച്ച ഇഹ്സാനിൽ വ്യാപൃതരായ ആളുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അവരുടെ തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹു മറച്ചു വെക്കുന്നു എന്നത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലിയുകഫിർ അല്ലാഹു അൻഹും അസ്വ അല്ലദീ യഅമലു അവർ ചെയ്തു പോയ സയ്യിആത്തുകൾ അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഘട്ടത്തില് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളി കേട്ടുകൊണ്ട് സത്യമാർഗത്തിലേക്ക് വന്ന ആളുകളുടെ ഇസ്ലാമിന് മുമ്പുള്ള ജീവിതത്തില് അവര് ചെയ്തു പോയതും പറഞ്ഞു പോയതുമായ വലിയ തിന്മകള് വലിയ തെറ്റായ കാര്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഇസ്ലാമിലൂടെയാണ് അവര് സംസ്കരിക്കപ്പെടുന്നത്. അപ്പൊ അവരുടെ പൂർവിക ജീവിതത്തെ കുറിച്ച് ഉള്ള പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് അതിൽ വേട്ടയാടപ്പെടുന്ന മാനസികമായി പ്രയാസം നേരിട്ടുകൊണ്ടിരുന്ന ആളുകളാണ്. അവരുടെ പഴയ കാലത്ത് അവര് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് മാത്രമല്ല, എല്ലാ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും വലിയ ആശ്വാസം പകരുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ലിയുകഫിർ അല്ലാഹു അൻഹും അസ്വ അല്ലദീ യഅമലു അവര് ചെയ്തു പോയ എല്ലാ തിന്മകളുടെയും കാര്യത്തില് അള്ളാഹു അവർക്കായിട്ട് അത് മൂടിയിടുകയും മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി വയജ്സിയഹും അജ്റഹും എന്നിട്ട് അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയും. എന്തിനാണ്? ബി അഹ്സനില്ലദീ കാനൂ യഅമലൂൻ അവർ ചെയ്ത ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല കർമ്മങ്ങളും ഉണ്ടാവും, അത്രയൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത കർമ്മങ്ങളും ഉണ്ടാവും. അപ്പൊ അള്ളാഹു ഒരാൾക്ക് പാരത്രിക ലോകത്ത് അവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതോടെ പിന്നെ അയാൾക്കുള്ള പ്രതിഫലം തീരുമാനിക്കപ്പെടുന്നത് അയാൾ ചെയ്ത ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണോ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് അയാൾക്കുള്ള പ്രതിഫലം നിശ്ചയിക്കപ്പെടുക. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വയജ്സിയഹും അജ്റഹും അവർക്ക് അവരുടേതായ പ്രതിഫലം അള്ളാഹു നൽകുന്നതിന് വേണ്ടി. ഏത് വിധത്തിലാണ് നൽകാൻ പോകുന്നത്? ബി അഹ്സനില്ലദീ കാനൂ യഅമലൂൻ അവര് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനം ഏതായിരുന്നോ ആ പ്രവർത്തനത്തെ മാനദണ്ഡമാക്കിക്കൊണ്ട്. ഏറ്റവും നല്ല പ്രവർത്തനം എന്താണോ അതിന് അർഹിക്കുന്ന പ്രതിഫലം എന്താണ് ആ റേറ്റിൽ ആ ക്വാളിറ്റിയിൽ ആ ഗ്രേഡിലാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകാൻ പോകുന്നത്. ഇങ്ങനെ രണ്ട് പരിണതികളാണ് മനുഷ്യന്റെ മുന്നിലുള്ളത്. ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാകുമോ എന്നതാണ് ഇവിടെ ആലോചനക്കായി അള്ളാഹു നമ്മുടെ മുന്നിൽ തരുന്ന ഒരു ചോദ്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.